ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയുടെ അടുത്തുള്ള വയലായി എന്ന സ്ഥലത്താണ്. ഇവിടെ കാണ്ടാവനത്തിൽ ഭവനം കാണാനാണ് നമ്മൾ എത്തിയത്. ഈ ബാക്കിൽ കാണുന്ന മനോഹരമായ 55 സെൻറ്റ് സ്ഥലത്തിൽ വിശാലമായ 8005 സ്ക്വയർ ഫീറ്റിൽ പണി തീർത്ത ഒരു ലക്ഷറി ബ്രൈറ്റ് അല്ലെങ്കിൽ ഒരു ഐ കാച്ചിങ് വീട്ടിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വരും വീടിൻ്റെ വിശ്വസീകരണം. നമുക്ക് ഈ തറയിൽ കൊടുത്തുള്ള ഈ മനോഹരമായ സ്റ്റോൺ ഫിനിഷിങ് കാണാൻ പറ്റും. ഇത് ഈ വീട്ടിലേക്ക് കയറി വരുമ്പം നല്ലൊരു ആസ്തെറ്റിക് വ്യൂ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കളർ ടോണും വീടിൻ്റെ ഈ കളർ ടോണും തമ്മിൽ ചെറിയൊരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തുള്ള അതേ ഒരു ഗ്രേ ടോൺ തന്നെ നമുക്ക് വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഫ്രണ്ട് എലിവേഷനിൽ കാണാവുന്നതാണ്. പിന്നെ നമുക്ക് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വിശാലമായൊരു കാർ പാർക്കിംഗ് കാണാം. അവിടെ നമുക്ക് ഇന്നോവ പാർക്ക് ചെയ്തിട്ടുണ്ട്. കവറിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ താഴെ കൊടുത്തിട്ടുള്ളതും സ്റ്റോൺ വർക്ക് തന്നെയാണ്. കുറേ എക്സ്റ്റേണൽ ഗ്രിപ്പും റൈറ്റ് സൈഡിൽ കുറേ പ്ലാന്റ്സും മനോഹരമായ ഒരു ഡിസൈൻ എലമെൻറ്റും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മനോഹരമായ ഗാർഡനിങ്, അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു വാക്ക് വേ നമുക്ക് നൽകാൻ പറ്റും. അത് നൽകിയത് കാണാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു ചെറുതായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം, വന്ന മഴയാണ് ആസ്വദിക്കണം. ഇപ്പം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റൊക്കെയാണ് നമുക്ക് ഇവിടെ നിൽക്കാതെയും പുറത്തിറങ്ങാതെ തന്നെ അടുത്തുള്ള പാഷ്യോ ഏരിയയിൽ തന്നെ ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി വീട് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു സ്റ്റോൺ ഫിനിഷ് വീടിൻ്റെ എല്ലാ വശത്തേക്കും കാണാം. സൈഡുകളിലൊക്കെ ഇത് ലോണിലേക്കും ഗ്രാസിക്കും ഇറങ്ങാതെ തന്നെ എല്ലായിടത്തേക്കും ഈസിലി അവൈലബിൾ ആവുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് വീടിൻ്റെ ഓണറിനെ പറ്റിയാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കാർ പാർക്കിംഗ് നേരിട്ട് വീട്ടിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മഴയൊക്കെ ആണെങ്കിൽ കാറ് നേരെ പാർക്കിംഗ് കൊണ്ടുവന്നിട്ട് നനയാതെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വലിയൊരു നോർത്തേൺ വിൻഡോ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചോ, ഇത് അധികം ഹാംഫുൾ ആയിട്ടുള്ള സദേൺ ലൈറ്റ്സ് പിടിക്കാതെ ഈവനിങ് ഉള്ള നല്ലൊരു നോർത്തേൺ ലൈറ്റ്സ് വീടിനകത്തേക്ക് ഇൻടേക്ക് ചെയ്യുന്ന പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ ആസ്പെക്റ്റിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താ? വീഡിയോ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പ്യൂർലി വടക്ക് നോർത്ത് സൈഡിലേക്ക് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഇവിടെ വെച്ചത്. പിന്നെ ഈ വലിയൊരു വിൻഡോ ഇവിടെ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ഡൈനിങ് ഓപ്പൺ ആയതാണ് ഡൈനിങ്. അപ്പോൾ ഡൈനിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടിൻ്റെ വീട്ടിലുള്ള ഫുള്ളിൽ എപ്പോഴും വ്യൂ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വീടിന്റെ മുമ്പിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയാവുന്ന
രീതിയിലാണ്, വളരെ ട്രാൻസ്പാരന്റ് ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു സ്റ്റീലിന്റെ ഒരു ഫ്രെയിമിങ്ങും നൽകിയിട്ടുണ്ട്. സ്റ്റീലിന്റെ എല്ലാം കറക്റ്റ് നമ്മൾ വുഡ് യൂസ് ചെയ്യാതെ തന്നെ സ്റ്റീലിന്റെ ഫ്രെയിം കൊടുത്ത് സോളിഡ് ആയിട്ടുള്ള സ്റ്റീലിൽ വെച്ചിട്ട് സെക്യൂരിറ്റിക്ക് ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് കൊള്ളാമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത്ര വലിയൊരു വിൻഡോ കേരളത്തിൽ വെക്കുമ്പോൾ ചിലർക്ക് വലിയൊരു പേടിയുണ്ടാവും, ആയാലും പൊട്ടിച്ച് കയറിയാലോ എന്നൊക്കെ. അതൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീല് നൽകിയിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ ഇതാണ് വീടിന്റെ മെയിൻ എൻട്രൻസ്. മുകളിലൊക്കെ മനോഹരമായ വുഡിങ് ഫിനിഷ് നമുക്ക് കാണാം. വിനായക് വുഡിലാണ് ഇത് മൊത്തം ചെയ്തിട്ടുള്ളത്. പിന്നെ വീടിന്റെ ഫ്രണ്ട് ഫേസിങ്ങിൽ നമുക്കൊരു ചെറിയൊരു ഗ്ലാസ് ഏരിയയും കൂടി കാണാം. നല്ല രീതിയിൽ ലൈറ്റ് കടന്നു വരണ പോലെ. താഴത്തെ പ്ലാൻസിന് കയറി വരുമ്പോൾ നമുക്ക് വലിയൊരു വുഡൻ ഫിനിഷുള്ള ഡോറാണ് ഇത്. ഈ വീടിന്റെ ഫുൾ വുഡിങ് ഫിനിഷിനോടെ നല്ല രീതിയിൽ എലഗന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പീസ് ഓഫ് ആർട്ട് തന്നെയാണ്. ഗോദ്രേജിന്റെ ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. വുഡിലാണ് ഫുള്ളി ഫിനിഷ്ഡ്. ഹാൻഡിൽസ് മാത്രം സ്റ്റീലിലാണ് വരുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ കാണാൻ പറ്റും. സാർ എന്താണ് ഇങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ ഡിസൈൻ ചെയ്യാനുള്ള ചെയർസും പ്ലാന്റ്സും എല്ലാം അടക്കം നല്ല രീതിയിൽ സീറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ആരെങ്കിലും അത്യാവശ്യമുള്ള വീടിനുള്ളിൽ പോകേണ്ട ആൾക്കാരൊക്കെ കൂടുന്നത് നമുക്കെല്ലാം സംസാരിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ റെയിനി സീസണിൽ കൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടൊക്കെ നല്ല വ്യൂ ആയിരിക്കും. ഈ നോർത്തിലേക്ക് ആയതുകൊണ്ട് വെയിലൊന്നും വേനൽക്കാലത്താണ് വെയിൽ ഈ ഭാഗത്തേക്ക് വരിക. ഈ വീട് പണിതുമ്പോൾ ഒരു ആർക്കിടെക്ചർ നല്ല രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്യുന്നത്. കാരണം ഇതൊരു മലയോര ഏരിയ കൊണ്ട് തന്നെ സദേൺ സൺ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് അടിക്കുന്ന ഏരിയ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ആ ഒരു ഇത് വരുവാണെങ്കിൽ വീടിനകത്ത് നല്ല രീതിയിൽ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിന്റെ എലിവേഷനിൽ തന്നെ ഇത്ര വലിയ വിൻഡോസും കാര്യങ്ങളും ഇത്ര ഫ്രീ ആയിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയതും ഈ ഒരു പ്ലേസ്മെന്റ് തന്നെയാണ്. നോർത്ത് ടു സൗത്ത് പ്ലേസ്മെന്റിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. മുകളിലൊക്കെ നമുക്ക് സീലിംഗ് ലൈറ്റ്സ് നല്ല രീതിയിൽ കാണാൻ പറ്റും. എല്ലാ വർക്ക്സും ഭയങ്കര എലഗന്റ് ആൻഡ് ഹാൻഡ് പിക്ഡ് ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കളർ കോമ്പിനേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പേൾ വൈറ്റ് വിത്ത് ഒരു ബട്ടറി ഫിനിഷ് ടൈൽസ് വീടിന്റെ ഒട്ടക എല്ലാ ഭാഗത്തും നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങോട്ട് വരുന്ന ചെറിയൊരു പാഷ്യോ ഏരിയ ഉണ്ട്. നമ്മളിപ്പോൾ മിക്ക വീടുകളിലും മണ്ണൊക്കെ പൊതുവെ എല്ലായിടത്തും ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റോൺ വർക്ക് നടുക്കൂടെ കൊടുത്തിട്ട് ചുറ്റും കുറച്ച് മണ്ണ് ബാക്കി വെച്ചിട്ട് നല്ല രീതിയിലാണ് ഒരു പാഷ്യോ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു സീസൺ മഴയാണ്, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന സമയമാണ്. നമുക്ക് വൈകിട്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലതല്ലേ സാറേ? അവിടെ ഒരു വലിയൊരു വിൻഡോയും മുകളിൽ ഗ്ലാസ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സ്റ്റീലിന്റെ വർക്കുകൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഇതിന്റെ ഭാഗമായിട്ട് ഒരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യാതെയാണ് അവർ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിശേഷങ്ങളിലേക്കും കിടക്കുകയാണ്. സാറേ പേര്? എൻ്റെ പേര് ജോളി. ജോളി. സാർ ബിസിനസ്സാണ്? ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു വീട് എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളുണ്ട്. വീടിൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ ഒന്ന് ഞങ്ങളുടെ ഐഡിയ ഒരു കൊളോണിയൽ സ്റ്റൈലിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ ഒരു ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കൊളോണിയൽ സ്റ്റൈലിലേക്ക് പോകണമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഫ്ലോറിംഗ് ഒക്കെ നല്ല നെക്സിയൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡ് ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. 8x4 ആണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഫുൾ 8x4 ടൈൽസ് ഇട്ടിട്ടുണ്ട്. ബാക്കി ഈ സീലിംഗ് ഒക്കെ ഞങ്ങൾ വെനീറാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ മരം യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ബാക്കിയുള്ള പാനലിംഗ് എല്ലാം വെനീർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഗസ്റ്റിലൊക്കെ
ബാക്കി അങ്ങോട്ടൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഓരോ റൂമിനനുസരിച്ച് തീം മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഈ ഗസ്റ്റ് റൂമിൽ ലിവിങ്ങിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഫാമിലി ലിവിങ്ങിലേക്ക് വരുന്ന ആൾക്കാർക്ക് വ്യൂ വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ബ്ലൈൻഡ്സ് ആയതുകൊണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൈവസി ഉണ്ട്. ആ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത ഗ്ലാസ് ആയിരുന്നു. ഞാൻ ഗ്ലാസ് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ രണ്ടാമത് തന്നെ ഇത് ബ്ലൈൻഡ്സ് ആകുമ്പോൾ ഫുള്ളി തുറന്നിട്ട് നല്ല പോലെ എയർ സർക്കുലേഷനും ഉണ്ടാവും. എന്തെങ്കിലും ഇപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. എന്നാൽ പ്രൈവസി ഒരു അൺഒഫീഷ്യൽ ഗസ്റ്റ് ആണ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു കളർ സ്കീമാണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഹൈ മെയിൻറ്റെയിൻസ് ഉള്ള ഒരു കളർ സ്കീമും കൂടിയാണ്. കുഞ്ഞു പിള്ളേരുള്ള വീടാണിത്, എന്നാലും നല്ല രീതിയിൽ തന്നെ അത് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പട്ടറി ഫിനിഷ് ടൈൽസ് ആണെങ്കിലും ഈ ഒരു സോഫയുടെ കളറിങ് ആണെങ്കിലും ബാക്കി വന്ന ഷെയ്ഡ്സിൻ്റെ കളറിങ് ആണെങ്കിലും നല്ല രീതിയിൽ കളർ ഗ്രേഡിങ് ചെയ്തൊരു വീട് തന്നെയാണ്. കസ്റ്റമൈസേഷനിൽ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ചുറ്റുമുള്ള ലൈറ്റിങ്, ഫ്രെയിംസ് വർക്ക്സ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെടികളും ഉണ്ട് ഇതിനകത്ത്. അല്ലാതെ നാച്ചുറലി വരുന്ന ഇൻഡോർ പ്ലാന്റ്സും വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യുന്ന വീടാണ്. വേറെ ഈ ഡബിൾ ഹൈ സീ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയൊക്കെ? ഡബിൾ ഹൈറ്റിൽ ഒന്ന് ഈ ലാൻഡ് ഇരുന്നത് കുറച്ച് ഡൗണുള്ള സ്ഥലമായിരുന്നു. ഇത് എർത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഹൈറ്റിലേക്ക് കൊണ്ടുവന്ന് റോഡിൻ്റെ ലെവലിലാക്കി കൊണ്ടുവന്നതാണ്. അപ്പം വീട് കുറച്ച് ഹൈറ്റിലേക്ക് വരണം എന്നുള്ള പ്ലാൻ വന്നപ്പോൾ ഞങ്ങൾ പ്ലസ് ചെയ്തിട്ട് കുറച്ചുകൂടെ മേലോട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയതാണ്. അപ്പം മുകളിലേക്ക് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ മേലെ കിട്ടിയ സ്പേസ് ഞങ്ങൾ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. അവിടെ ഹോം തിയേറ്ററിന് വേണ്ടി പ്ലാൻ ചെയ്ത് അവിടെ ഒരു റൂമൊക്കെ ആക്കി ഹോം തിയേറ്റർ ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാം തന്നെ എല്ലാ ഇതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കുട്ടികളുടെ ഒരു പ്ലേയിങ് ഏരിയ ആയിട്ട് ഞങ്ങൾ മാറ്റി അങ്ങനെ ചെയ്തിരിക്കുകയാണ്. എൻ്റെ വേറെ സൈഡും ഹാളാണ്. നമുക്കൊരു ചെറിയൊരു മിനി പാർട്ടി വരെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ മേലെയുണ്ട്. രണ്ട് വലിയ ഹാളാണ്. നമുക്ക് വേറെ ഒരു തടസ്സമില്ലാതെ തന്നെ വലിയ ഹാൾ ഉപയോഗിച്ചാൽ ചെയ്യാൻ പറ്റുന്നവരുള്ള പ്ലാനിലാണ് മോഡൽ സെറ്റ് ചെയ്തത്. മേലെ ചെയ്തത്. പിന്നെ സീലിംഗ് ഒക്കെ ഡബിൾ ഹൈറ്റിൻ്റെ സീലിംഗ് ജിപ്സം ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ വീബോളാണ് ചെയ്തിരിക്കുന്നത്. അതായത് മേലെ ഓടായതുകൊണ്ട് ഇനി എന്തെങ്കിലും കാരണവശാലും മഴക്കാലത്ത് ഒന്നോ രണ്ടോ തുള്ളി വെള്ളം തനിച്ച് വന്നിട്ടുണ്ടെങ്കിൽ വേറെ ജിപ്സത്തിന് കംപ്ലൈൻറ്റ് വരുന്നതുകൊണ്ട് അതെല്ലാം വീബോർഡാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ എല്ലാം ജിപ്സവും ആണ്. ബാക്കി മേലെ എല്ലാം ചെയ്തിരിക്കുന്നത് വെനീറും കൊണ്ടാണ്. നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത വീട്ടിനകത്ത് ഒരു ബ്രിഡ്ജ് വാക്കും കൂടി അവർ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് നമുക്ക് മുകളിലേക്ക് എത്തുന്നു കാണാവുന്നതാണ്. ഇത്രയാണ് ഈ വീട്ടിൻ്റെ ഓണറിൻ്റെയും അവരുടെ കസ്റ്റമൈസേഷൻ്റെ വിശേഷങ്ങൾ. ബാക്കി വീടിനകത്തേക്ക് വരുമ്പോൾ വലിയൊരു ലിവിങ് ഏരിയ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. ഒന്നായ നമ്മൾ വീടിൻ്റെ മെയിൻ എല്ലാവരും ആശ്രയിക്കുന്ന ഏരിയ കിച്ചണിലേക്ക് കിടക്കുകയാണ്. കിച്ചണിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് വരുമ്പോൾ വലിയൊരു വുഡൻ്റെ ഒരു കവാടം കാണാം. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മെയിൻലി ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഇവിടെ എത്തുമ്പം ആ കവർത്തെയും കുറച്ചും കൂടി നമുക്ക് വൈബ്രൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ചെറിയൊരു മാർബിൾ ഫിനിഷുള്ളൊരു 6-7 സീറ്റിംഗ് ഉള്ളൊരു മനോഹരമായ ടേബിൾ കാണാം. ഭയങ്കര താഴെ ഇങ്ങനെ ടേബിളാണ്. എന്നാലും ഒരു ലോ സീറ്റിംഗ് ടേബിൾ തിരഞ്ഞെടുക്കാൻ കാരണം കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ എന്താണ് ഇഷ്ടം ഇരിക്കാനായിട്ട്. അപ്പോൾ പിള്ളേർക്ക് കൂടി മനസ്സിൽ കണ്ടിട്ടാണ് അത് അവർക്ക് വേറെ ബേബി സീറ്റിംഗ് ടേബിൾസ് എടുക്കേണ്ട ആവശ്യമില്ലാതെ എല്ലാവർക്കും കോമൺലി ഡൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതിയിലുള്ളൊരു ഡിസൈനിലാണ് വരുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് വാക്കിംഗ് കിച്ചൺ കാണാം. ഒരു കാര്യം പറയാൻ പറഞ്ഞത് അവിടെ സ്റ്റോൺ ഫിനിഷോടെ നല്ലൊരു വാഷ് ഏരിയ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കാണാം. ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിൽ ഡെക്കറേറ്റീവ്സ് വെക്കാനായിട്ട് പറ്റും. ഒരു ലിയോ പ്ലാന്റ് പീസ് കാണാം മുകളിൽ. അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു എലഗൻ ഡിസൈൻ ഫാക്ടറാണ് അത്. വരുമ്പോൾ മനോഹരമായ കിച്ചൺ കാണാൻ പറ്റും. കിച്ചണ് ഈ പറഞ്ഞാൽ വൈറ്റ് ഫിനിഷ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഈ കബോർഡ് വർക്ക് ഒക്കെ മൾട്ടിവുഡാണ് സാർ. ഈ കബോർഡ് ഇതൊക്കെ പ്ലൈവുഡാണ്. മറൈൻ പ്ലൈവുഡ് വെച്ചിട്ട് മറൈൻ പ്ലൈവുഡ് നമ്മൾ പ്രസിംഗ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കാണാൻ പറ്റും. ഇത് ടൈപ്പ് ഫിനിഷൻ. അതായത് മുകളിലുള്ളതെല്ലാം നമ്മുടെ ഇതാണ് നാനോവൈറ്റാണ്. സൈഡിൽ നേരത്തെ പറഞ്ഞ അതേ പ്രസിംഗ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇതിലടി കബോർഡ്സ് ഉണ്ട്. സ്റ്റോറേജ് എല്ലാം വളരെയധികം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഡ്രോയേഴ്സ് പോലെ വെച്ചിട്ട് നമുക്ക് ഈസിലി എടുക്കാനാണ്. അതിപ്പോൾ ഇവിടെ സർവ് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ അത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ നടുക്കൊരു ഫ്ലോട്ടിംഗ് ഡിസൈനിലാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കൂടുതലും വൈറ്റിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മളൊരു മാർബിൾ ഫിനിഷ് ഒരു
പിങ്ക് കളർ കണ്ണിന് ഇവിടെ വന്നിട്ട് ഫുള്ളി അതൊരു വൈറ്റ് ആയിട്ടാണ്. മെയിൻറ്റെയിൻസ് വളരെ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ ഒരു ചെറിയൊരു ഫാമിലി ഫോട്ടോ ഏരിയ അവിടെ കാണാൻ പറ്റും കിച്ചണിൽ. അത് വളരെ ഒരു നല്ലൊരു ഇതായിട്ട് തോന്നി കണ്ടപ്പോൾ. ഒരു ചെറിയൊരു സ്റ്റൗവും കാര്യങ്ങളും ഒരു വാഷേരിയും കൊടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിളൊക്കെ കഴുകാൻ വേണ്ടി സെപ്പറേറ്റ് വരുന്ന പോലെ ഈ അഡ്ജസ്റ്റബിൾ ഹോഴ്സ് ഉള്ള ഒരു വാഷേരി തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്നവരൊക്കെ ഈ ഒരു ഷെഡ് ഏരിയാസ് കാണാം. ഇതാണ് ഒരു വർക്കിംഗ് കിച്ചൺ. ഇവിടെയാണ് മെയിൻലി കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ഒരു സ്ലൈഡ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെയും കൂടുതലും വുഡ് ഫിനിഷാണ് വന്നത്. അവിടെ നിന്ന് കണ്ട വൈറ്റ് ഫിനിഷ് അവിടെ നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ ആ വൈറ്റിനൊപ്പം വുഡും ഗ്രേ ആസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കയറി വന്നിട്ടുണ്ട്. ഓരോ മുറികളും അല്ലെങ്കിൽ ഓരോ സെക്ഷൻ നമുക്ക് കടക്കുമ്പോൾ അതിനായിട്ട് ഒരു ക്യാരക്ടർ വരെ അവിടുത്തെ കളർ സ്കീമിലും മെറ്റീരിയലും കൊണ്ടുവരാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഇതും കാണുന്നത്. എന്താണ് ഒരു ഡിസൈൻ? ഇത് ബ്രേക്ക്ഫാസ്റ്റ് 2 ചെയർ ഉള്ളത്. മെയിനായിട്ട് ഇപ്പം ഞങ്ങൾ ഫാമിലി അങ്ങനെ 2 പേരേ ഉള്ളൂ നിലവിൽ. അപ്പോൾ 2 പേര് ഇരുന്ന് ആരെങ്കിലും ഒരാൾ വന്നാൽ അവർക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാം, ഫുഡ് കഴിക്കാം. ആ ഒരു കൺസെപ്റ്റിലാണ് ഇങ്ങനെ ഒരു അതിലേക്ക് എത്തിച്ചത്. ഇതൊരു ഡോക്ടേഴ്സ് ബെഡ്റൂമാണ്. നമ്മൾ അതിന് മെയിൻ ഡോർ കടന്ന് കയറി വരുന്ന തന്നെ ഈ ഒരു റൂമിൻ്റെ വ്യൂ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ കയറി വരുന്ന തന്നെ ഫ്ലോറിങ്ങിന് വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കാണ് സാധ്യത എന്താണ് ചെയ്തിട്ടുള്ളത്? ബെഡ്റൂംസ് എല്ലാം നമ്മൾ SPC സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ് ലോക്ക് ചെയ്തിരുന്ന ഒരു സിന്തറ്റിക് വുഡിന്റെ ഒരു ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലോറിന് വ്യത്യാസം നമ്മൾ സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കോസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇത് നമുക്ക് തരുന്നുണ്ട് പേഴ്സണലി. പിന്നെ ഈ റൂം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റൂമിൽ കയറുമ്പോൾ ഫ്ലോറിങ്ങിന് വലിയൊരു വ്യത്യാസമാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര കോസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്. ഹാളിൽ നിന്ന് ആ ഒരു ബട്ടറി ഫിനിഷ് ടൈൽസിന് ഈ ഒരു വുഡൻ ഫിനിഷിലേക്ക് കടക്കുമ്പോൾ പിന്നെ ഈ വീട്ടിലെ ഒട്ടേറെ എല്ലാ സ്ഥലത്തും ഓട്ടോമേഷൻ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൽ തന്നെയാണെങ്കിൽ നൈറ്റൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇതിനടുത്തേക്ക് വരുമ്പോൾ ബെഡിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ താഴെ വളരെ നല്ലൊരു വാം ലൈറ്റിംഗ് അത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടിയും ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്പേസ് ആകുമ്പോൾ നല്ല രീതിയിൽ അത് നമുക്ക് ഒരു ഇമ്പാക്റ്റ് തരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബെഡിങ് ആണെങ്കിൽ ബെഡിൻ്റെ ഹെഡിങ് ആണെങ്കിൽ എല്ലാം കളർ സ്കീമിൽ വരുന്ന ഡിഫറൻസ് ആണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് വീട്ടിൽ എല്ലായിടത്തും ഒരു വൈറ്റ് ആൻഡ് വുഡ് ഫിനിഷ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ റൂമിനും അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക് കൊടുക്കാനായിട്ട് അവർ പുതിയൊരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതിനകത്ത് ഒരു പീച്ച് ആൻഡ് പിങ്ക് കളർ അവർ ഈ റൂമിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ വലിയൊരു മിററും കുറച്ച് സാധനങ്ങളും ഷെൽഫ്സും കാണാം. ഒരു വാർഡ്രോബ് സെക്ഷനും ഈ റൂമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ഒരു TV യൂണിറ്റ് വെക്കാനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതും കംപ്ലീറ്റ്ലി വുഡിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം മോളുടെ റൂം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിങ്ക് തീം മോളുടെ തന്നെ ഒരു പ്ലാനിൽ ആ കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡ് ആണെങ്കിലും അതെ, ഇതിന്റെ TV-യുടെ യൂണിറ്റ് ആണെങ്കിലും അതേപോലെ ഈ മിററൊക്കെ പ്രത്യേക ഒരു കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ വേണമെന്ന് തന്നെ വിചാരിച്ചിട്ട് ഈ ഒറ്റ റൂമിൽ മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. മോളുടെ ഫുള്ളി ഈ റൂമിന്റെ എല്ലാ തീമും മോൾക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഐഡിയ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് ഓഫ് ആർക്കിടെക്ചർ വരാണെങ്കിൽ ഒരു ക്രോസ് വാക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതേ ഒരു ഏരിയയുടെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജ് വാക്ക് ഏരിയയും കൂടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ സൈഡിലേക്ക് വിശേഷം കാണാം. ഇതൊരു കൊളോണിയൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ്. ഒരു വാക്ക് വേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഹീറ്റ് ഉള്ളിൽ നിർത്താനുള്ളൊരു ഇതാണ്. ഈ ഒരു വീട്ടിൽ എന്താണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്താണ്? ക്രോസ് വെന്റിലേഷൻ ഇവിടെ വരാൻ ഇതിപ്പോൾ ആ ക്ലോസ് വെന്റിലേഷൻ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ എയർ ശരിക്കും പാസ്സായാൽ ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് പോകും. ഈസ്റ്റ് വെസ്റ്റ് ഒരു നല്ലൊരു എയർ സർക്കുലേഷൻ വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 7 വർഷത്തായിട്ടും 2 മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു സീറ്റിംഗ് ഏരിയയും കബോർഡ് ബോക്സ് നമുക്ക് കാണാം. അത് കുഷനൊക്കെ കൊടുത്ത് ഒരു വിൻഡോയും കൊടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ഇതും വലിയ വലിയ വിൻഡോസ്, സ്ലൈഡ് വിൻഡോസ് ആണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ട എല്ലാം ഉള്ളിൽ റെയിൻഫോഴ്സ്ഡ് സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിലേക്ക് ഇത്ര വലിയ വിൻഡോസ് കൊടുക്കാം എന്നൊരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തി? മൊത്തത്തിൽ ആദ്യ വീട് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ മാക്സിമം ലൈറ്റ് ഉള്ളിൽ വരണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നല്ല ലൈറ്റ് ഞങ്ങൾ നല്ല ലൈറ്റ് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അപ്പോൾ എല്ലായിടത്തും വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാ ബെഡ്റൂമിലും വലിയ വിൻഡോസ് ഉണ്ട്. അപ്പോൾ അതായിട്ട് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് റൂമിൽ വരുന്നുണ്ട്. അപ്പൊ ഈ വിന്റർ സീസൺ ആകുമ്പോൾ ഈ മഴച്ചാറ്റിലും കാണാനൊക്കെ ഇപ്പൊ എങ്ങനെ
ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇല്ല ഇല്ല, അതിൽ ഒരു ശല്യം അതിലൊരു ശല്യമില്ല. ഒരു ശല്യം ഉണ്ടാകും. അതിങ്ങനെ നമ്മൾ നോർത്തിലേക്ക് ബേസ് ചെയ്തുള്ളത് കൊണ്ട് നമുക്ക് മഴയുടെ വലിയ ശല്യം വരിക. വലിയ ശല്യമില്ല. നേരത്തെ പറഞ്ഞത് ഇതിന്റെ ഇരിക്കുന്ന ലൊക്കേഷനും ആ ഒരു എലിവേഷനാണ് ഈ വീടിന് ഇത്ര ഒരു നല്ലൊരു ഇത് തരാൻ കാരണം ഈ ഒരു നോർത്ത് ടു സൗത്ത് ആയതുകൊണ്ട് വെയിൽ പഠിക്കില്ല, അതുപോലെ വിൻഡ്സും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പുറം വശത്ത് നിന്ന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ തന്നെ വീടിന്റെ ഫ്രണ്ടിലുള്ള മെയിൻ്റെനൻസും ചാറ്റിലടിച്ച് പൂപ്പായി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിമിതി വരെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്കൊരു റൂമിലേക്ക് കിടക്കാം. സാർ ഏതാണ് മാസ്റ്റർ? ഇതാണ് മാസ്റ്റർ. ഇവിടെ നമുക്ക് അതേ സെയിം വുഡ് ഫിനിഷാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ വന്നപ്പോഴേക്കും എല്ലാ ആംബിയൻ ലൈൻസും കാര്യങ്ങളൊക്കെ ഓണായിരിക്കുന്നു. ഇവിടെ ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. വലിയ വിൻഡോസ് സ്ലൈഡ്സ് നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും കണ്ട അതേ ഒരു ഇത് തന്നെയാണ് സാറിനോടൊന്നും കാണാവുന്നത്. പക്ഷേ ഓരോ റൂമിനും അതിൻ്റേതായ ഒരു ക്യാരക്ടർ കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു നമുക്ക് എലമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. വൈൻസ് ആണെങ്കിലും എല്ലാം ഒരു വുഡ് വിത്ത് വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് പോലെയാണ് കാണുന്നത്. എങ്ങനെയാ ഈ ഒരു ഇതിന്റെ ഡിസൈനിന്റെ എന്തെങ്കിലുമൊക്കെ? ഈ റൂമിൽ അത് വൈഫിന് ഈ ഗ്രീൻ കളറിലേക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അപ്പൊ ഈ മാസ്റ്റർ ബെഡ്റൂം ഗ്രീൻ തന്നെ വേണമെന്നുള്ള, അപ്പൊ ആ വിൻഡോയുടെ ആനൊക്കെ കർട്ടൻസ് ആക്കി ഞങ്ങൾ പിക്ചർ വരെ ആ ഒരു അതിലേക്ക് കൊണ്ടുവന്നു. ബെഡ്ഷീറ്റിന്റെ കളർ വരെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയൊരു ടി വി യൂണിറ്റാണ് കൊടുത്തത്. എന്താ ഇത്ര ചെറിയൊരു ടി വി യൂണിറ്റാണ്? ടി വി ഞങ്ങൾ റൂമിലേക്ക് വെച്ചെന്ന് മാത്രമേ. മെയിൻ ആയിട്ടുള്ള ഏരിയയിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ടി വി കാണണം എന്നുള്ള കോൺസെപ്റ്റാണ്. വെച്ചപ്പോ ഞാൻ അത്യാവശ്യം എമർജൻസി ഘട്ടത്തിൽ നമുക്ക് റൂമിൽ ഇരുന്ന് കാണണം. അത്യാവശ്യം ഇൻറ്റിമേറ്റ് സമയങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ടാണ് അങ്ങനെ കൊടുത്തത്. വലിയൊരു വാർഡ്രോബ് തന്നെ ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ ബെഡ്റൂം ആയത് കൊണ്ട് തന്നെ ഇതിനകത്ത് ബാക്കി ലോക്കേഴ്സും കാര്യങ്ങളും ഷെൽഫ്സും എല്ലാം കൂടുതലാണ്. ഒരു ഫാമിലി ഫോട്ടോ അവിടെ ഇവിടെയും രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ എലഗൻ്റ് ആയിട്ട് ലൈറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റൂമിനോട് അനുയോജിച്ച് പോണ പോലത്തെ ലൈറ്റിംഗ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 3 ആർട്ട് വർക്കും നേരത്തെ പറഞ്ഞ ഗ്രീനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബേസ്മെന്റിൽ 2 ബെഡ്റൂമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു പ്രത്യേകത ഒരു ഫിനിഷിങ് കണ്ടു, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതൊരു കംപ്ലീറ്റ്ലി സ്റ്റോൺ വർക്കാണ്. ഫീൽ ചെയ്യാൻ സ്റ്റോൺ ആണ്, കംപ്ലീറ്റ്ലി സ്റ്റോൺ ആണ്. ചിപ്ഡ് ആണോ? ഇത് റെഡിമെയ്ഡ് ആയിട്ട് വരുന്നതാണ്. ബാംഗ്ലൂർന്ന് കൊണ്ടുവന്നിരുന്നു. ഇതെന്തെങ്കിലും റഫ് ഫിനിഷിലേക്ക് എത്തിച്ചേർന്നു? റഫ് കുറച്ചുകൂടെ നമുക്ക് വേറെ പോളിഷ് ചെയ്തിട്ടില്ല, നാച്ചുറൽ ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓൾറെഡി ഇത് ബിനീത്താണ്. നമ്മൾ പുറത്ത് നല്ലൊരു ഔട്ട്ഡോർ കോറിഡോർ കണ്ടായിരുന്നു. അപ്പൊ അതിനോടൊക്കെ ഇഴുകി ചേർന്ന് പോണ പോലത്തെ ഒരു ഡിസൈനിൽ ചെയ്ത് രൂപകൽപ്പന ചെയ്ത റൂം തന്നെയാണ്. ഈ വീടിന്റെ എല്ലാ വാഷ്റൂമും തന്നെ നമുക്ക് വെറ്റേരിയൻ ഡ്രൈ ഏരിയ ഒക്കെ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലൈക്ക് കോമൺ സ്റ്റൈൽ. ഇവിടെ പൊതുവെ കാണുന്ന പോലെ ഒറ്റ സ്ട്രെച്ചിലല്ല കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ട് വെറ്റേരിയ ഷവർ റൂമായിട്ട് തിരിച്ചും കമോഡും കാര്യങ്ങളൊക്കെ അല്ലാതെ ഇങ്ങനെ ആണ് ഡിസൈൻ ചെയ്തിട്ട്. ഇതാണ് കോമൺ ലിവിങ് ഏരിയ വരുന്നത്. സാറേ ഇവിടെയും ഇതേ വുഡ് ഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സെലക്ട് ചെയ്യാനുള്ള കാരണം ഈ കളറ്
ഒരു മാച്ചാകാൻ വേണ്ടി അതെ കോൺട്രാസ്റ്റുകളോട് ഞങ്ങൾ അവിടെ വെസ്റ്റിൽ വേറൊരു കോൺട്രാസ്റ്റിലേക്ക് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അത് അവിടെ അത് സൂട്ടായി ഞങ്ങൾക്ക് ലിവിങ്ങിലേക്ക് ഈ കളർ മാറ്റി പരീക്ഷിച്ചു. ഈ സോഫാസ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്താണ്. എല്ലാം കണ്ണൂർ ഒന്ന് സ്റ്റോറീസ് പർച്ചേസ് ചെയ്തതാണ്. കണ്ണൂരിൽ പർച്ചേസ് ചെയ്ത സാധനമാണ്. ഒരു വലിയൊരു മനോഹരമായ ഒരു ടി വി യൂണിറ്റും അതിനനുബന്ധിച്ചുള്ള ബോൾസ് എല്ലാം സ്റ്റോൺ ഫിനിഷിലാണ് സജ്ജീകരിച്ചിരുന്നത്. താഴെ ചെറിയൊരു കാർപ്പറ്റും ഒരു ടേബിളും കാണാം. പിന്നെ ഈ ബാക്കിൽ കാണുന്ന മൊത്തം ഗ്ലാസ് ഫിനിഷാണ്. നമ്മൾ നേരെ താഴെ കണ്ട ഒരു കോറിഡോറിൽ ഒരു ബാക്കി സ്റ്റെയർസ് ആണ് ഇങ്ങോട്ടേക്ക് കയറി പോകുന്നു. ഈ രണ്ട് ഫ്രിഡ്ജും വരുന്നു. അപ്പം ഈ ഒരു ഗ്ലാസ് ഫിനിഷ് ഈ സ്ലൈഡിങ് ആണ് എന്താ ഈ നടുക്ക് ഒരു സ്ലൈഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് സ്ലൈഡിങ്ങൊക്കെ എയർ പാസ് കിട്ടാൻ വേണ്ടിയാണ്. ഡോർ ഗ്ലാസ് തുറന്നു കഴിയുമ്പോൾ കറക്റ്റ് അളവിൽ ഈ ഫുൾ ഒരു വിൻഡോയില് ഇങ്ങനെ നമുക്ക് പുറത്താൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഒരു ബാൽക്കണി ഫീല് താഴത്തേക്ക് കിട്ടുന്നതാണ്. ഇത് വളരെ പുതുമയുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ ഇതുവരെ എവിടെയും ഇങ്ങനെ അധികം കാണാത്ത ഒരു മോഡലാണ്. അത് ഇങ്ങനെ നടുക്ക് ഒരു സ്ലൈഡ് ഡോർ, സാധാരണ എൻട്രൻസിലൊക്കെയാണ് സ്ലൈഡ് ഡോർ കൊടുക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒരു ഓപ്പൺ ഒരു വിൻഡോ അല്ലെങ്കിൽ ബാൽക്കണി കിട്ടാനായിട്ട് ചെയ്തൊരു ഡിസൈൻ ആസ്പെക്റ്റ് വളരെയധികം മനോഹരമായിട്ടുണ്ട്. നമുക്കിവിടെ ഒരു മനോഹരമായ സ്റ്റെയർകേസാണ്. സ്റ്റെയർകേസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ബ്രിഡ്ജ് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. താഴെ വലിയൊരു കോമൺ സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഫുള്ളി ഡബിൾ ഹൈറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അതിൽ ഇവിടെ ചെയ്തിട്ടുള്ള മൊത്തം CNC കട്ടിങ് കൺസിഡർ ചെയ്തില്ല. സാറേ വുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വുഡൻ ഫിനിഷ് മതി, മാർബിളോ ടൈൽസ് ഒന്നും വേണ്ട എന്നുള്ളതിലേക്ക് എത്തിക്കുകയാണ്. അതായത് കൊളോണിയൽ സ്റ്റൈലിൽ വരുമ്പോഴത്തേക്ക് വുഡ് തന്നെ വേണം, അത് മാച്ചായി പോകും. വുഡൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന മർബയാണ്, ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് മർബ എന്ന് പറഞ്ഞ വുഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളർ ടോൺ, ഈ വുഡിന്റെ കളർ ടോൺ ഈ ബ്ലാക്ക് CNC കട്ടിനൊപ്പം നല്ല രീതിയിൽ ചേരുന്നുണ്ട്. CNC കട്ട് നമ്മൾ ഗ്ലോസി കൊടുക്കാണ് മാറ്റ് കൊടുത്തത് ഈ വുഡിന്റെ ഒരു ടെക്സ്ചറിന് നല്ല രീതിയിൽ എടുത്തു കാണിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തോന്നി. സൈഡിലൊക്കെ വെന്റിലേഷൻ അടക്കമുള്ള ഇത് കാണാൻ പറ്റും. ഇതെല്ലാം CNC കട്ട് തന്നെയാണ്. സ്റ്റീൽ മെറ്റീരിയൽസ് ആണ് വരുന്നത്. നടുക്കൊരു റഫ് ടെക്സ്ചറാണ് കൊടുത്തത്. ഇത് എന്ത് മെറ്റീരിയൽ? ടെക്സ്റ്റർ പെയിന്റ് ആണ്. ടെക്സ്റ്റർ പെയിന്റ് പുതിയ ആൾക്കാർക്കൊന്നും പരിചയമില്ലെങ്കിൽ ജസ്റ്റ് ഒരു കട്ടി കൂടിയ മെറ്റീരിയലാണ്. ഒരു പ്ലാസ്റ്ററിങ് പോരാതെ ഇങ്ങനെ തേച്ച് ഫിനിഷിങ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടെക്സ്റ്ററിങ് പെയിന്റ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റർ വളരെ നന്നായിട്ട് ഈ ഒരു സൈഡ് ബോർഡിനെ കോംപ്രമൈസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലാണ് നിൽക്കുന്നത്. ഇതൊരു ആക്റ്റീവ് സ്പേസ് ആണ്. ഇവിടെ കൊടുത്തൊരു ഫ്ലോറിങ് വളരെ ഡിഫറെൻ്റ് ആണ്, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇതൊരു ആൻറ്റി ലുക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളൊരു റഷ്യൻ ടൈപ്പ് ഓഫ് ടൈൽസ് എന്നൊക്കെ പറയുക, അങ്ങനത്തെ ഒരു ഡിസൈനിൽ പണിതെടുത്ത ഒരു ഏരിയ ആണ്. ഇപ്പം ഈ ഏരിയ കറണ്ട് നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ വീട്ടിൽ ജസ്റ്റ് ഇപ്പോൾ 2 പേരാണ് കറണ്ട് ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഏരിയാസൊന്നും കറണ്ട് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടുന്ന് നമുക്ക് വീടിൻ്റെ മെയിൻ ലിവിങ് ഏരിയയുടെയും ഫ്രണ്ട് ഡോറിൻ്റെ വളരെ മനോഹരമായൊരു വ്യൂ കിട്ടും. ഇത് പിന്നെ ഒരു വാക്കിംഗ് ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ 2 ബ്രിഡ്ജസ് ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്.
ഇതാണ് രണ്ടാമത്തെ ഒരു ബ്രിഡ്ജ് ഏരിയ. അവിടുത്തോളം ആ ഫസ്റ്റ് കണ്ട ഏരിയയാണ് കുറച്ചുകൂടെ എലിവേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ താഴെ കണ്ട ഒരു അതേ ഒരു പോർഷൻ തന്നെയാണ്. താഴെ ഒരു ക്രോസ് വാക്ക് നമ്മൾ കണ്ടു, അതിൻ്റെ അതേ മോൾ ഭാഗം ഒരു ബ്രിഡ്ജ് ഏരിയ പോലെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഇനീഷ്യലി തിയേറ്റർ ഏരിയ ആയിരുന്നു ഡിസൈൻ ചെയ്തപ്പോൾ. ഇപ്പോൾ കറന്റ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ അധികം ആൾക്കാരൊന്നും താമസമില്ല. ഇവിടെ ചെറിയ പിള്ളേരുള്ളതുകൊണ്ട് ഇതൊരു കിഡ്സ് പ്ലേ ഏരിയ ആയിട്ട് എടുത്തിട്ടുണ്ട്. താഴെ കാർപ്പറ്റിംഗ് എല്ലാം കൊടുത്തിട്ട് നല്ലൊരു വിശാലമായ ഏരിയ തന്നെയാണ്. ഇത് ആ വീട്ടിൽ ഫ്രണ്ട് സ്ട്രക്ചറിൽ കണ്ട ആ ഒരു എയർ ഫ്രെയിമിന്റെ അടിഭാഗമാണ് വരുന്നത്. ഇത് വീട് മൊത്തം നമുക്ക് ഓൾറെഡി സെൻട്രലൈസ്ഡ് AC ആണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ ചെറിയൊരു പാർട്ടി സ്പേസ് പോലെ ഒരു ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കോമൺ വാഷേരിയും കാര്യങ്ങളെല്ലാവർക്കും ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പാർട്ടീഷനായിട്ടുള്ളൊരു സ്ലൈഡബിൾ ഡോറും നൽകിയിട്ടുണ്ട്. ഇത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഫ്രണ്ട് സൈഡാണ് വരുന്നത്. ഇവിടെ വലിയൊരു ലോണ്ടറി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലൈറ്റ് കയറി വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ലോണ്ടറി കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ ആസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണത്. ഒരു ചെറിയൊരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വലിയൊരു ഏരിയ തന്നെയാണ്. ഇവിടെ നമുക്ക് മുകളിലത്തെ ആ ഓട് അതിൻ്റെ ആ സീലിംഗ് നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ബാക്കി വർക്ക്സ് ഒന്നുമില്ല.